വിശ്വാസികളിൽ നല്ലൊരു പങ്കും ജീവിക്കുന്നത് കാഴ്ചയുടെ ലോകത്തിലാണ്. തെറ്റാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ദൈവം അതിനപ്പുറത്തൊരു ലോകം നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ അടുത്ത സ്ഥലമാണ് എന്ത്? വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലം മേൽക്കൂരയുണ്ട്. പ്രാകാരത്തിൽ മേൽക്കൂരയില്ല, അവിടെ മേൽക്കൂരയുണ്ട്. അവിടെ പ്രകാശം നൽകുന്നത് നിലവിളക്കാണ്. വേദോസം പഠിപ്പിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. അവിടെ അവൻ കാഴ്ചയുടെ ലോകത്ത് നിന്ന് വചനത്തിൻ്റെ ലോകത്തിലേക്ക് കയറുകയാണ്. ഒരു ഹയർ സ്റ്റേജാണ്. അവൻ എന്ത് പറഞ്ഞാലും പറയും, അതൊന്നും എനിക്ക് വിഷയമല്ല, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച്. അവനെല്ലാം കാണുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവൻ ഇത് കാണാതെ പഠിച്ചു വച്ചിരിക്കുകയാണ്. ഒരു പുതിയ സ്റ്റേജാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, അതാണ് അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിലവിളക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. അവിടെ നിലവിളക്ക് പോലും ഇല്ല. ഞാൻ കൂരിരുളിൽ വസിക്കുന്ന യഹോവയാകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. ദെയർ ഇസ് നോ ലൈറ്റ്. പിന്നെ മഹാപുരോഹിതൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ അവനെ പ്രകാശിപ്പിക്കുന്നത് കാഴ്ചയുടെ ലോകമല്ല, വചനത്തിൻ്റെ ലോകം പോലുമല്ല, അതിനും അപ്പുറത്ത് ദൈവത്തിൻ്റെ ലോകമാണ്. ഈ സീയിങ് ഗാഡ്. ദൈവത്തിൻ്റെ പ്രകാശത്തിലേ അവന് അവിടെ നിൽക്കാൻ കഴിയത്തുള്ളൂ, വേറെ ഒരു പ്രകാശവുമില്ല. ഒരു കാര്യമുണ്ട്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് വിശുദ്ധ സ്ഥലത്ത് കൂടെ ആണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആരും പ്രാകാരത്തിൽ നിന്ന് നേരിട്ട് എങ്ങോട്ട് കയറുന്നില്ല, അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നില്ല. എന്നാൽ ഒരു ഹയർ സ്റ്റേജ് ആണത്. എന്ത്? പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്കും. എല്ലാം കാഴ്ചകൾ കൊണ്ടും വസ്തുക്കൾ കൊണ്ടും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ കൊണ്ടും ഇല്ലേ, നമ്മുടെ സഭകളിലൊക്കെ സംസാരിക്കുന്ന സംസാരം പ്രാകാരത്തിലെ കാര്യങ്ങളാണ്. എല്ലാം കാഴ്ചയുടെ ലോകത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കർത്താവ് ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് ഞാൻ പറയട്ടെ. ഭൗതികമായ കാര്യങ്ങളല്ലാതെ വേറെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് സാക്ഷി പറയുന്നത്? നമ്മുടെ സാക്ഷ്യങ്ങൾ മുഴുവൻ പ്രാകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറുപ്രാവനെ കൊണ്ടുവന്നതും ഇപ്പം ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ പറ്റിയതും ഒക്കെയാണ് നമ്മളുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. പ്രാകാരത്തിലെ നിൽപ്പാണ്. അതിനപ്പുറത്തേതാണ് വിശുദ്ധ സ്ഥലം. അവിടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് എന്താണെന്നറിയാമോ? വചനത്തിനും അപ്പുറത്തുള്ള, വചനത്തിനപ്പുറത്തെന്ന് പറയുമ്പോഴത്തെ വചനത്തിന് പുറത്തല്ല. ഇറ്റ് ഈസ് നോട്ട് നോൺ ബിബ്ലിക്കൽ, ഇറ്റ് ഈസ് എക്സ്ട്രാ ബിബ്ലിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് മീൻസ് വചനം നമുക്ക് ഒരു മനുഷ്യൻ കോമൺ ആയിട്ട് ദൈവത്തെ എങ്ങനെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എന്ത്? വചനം. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഫോർ എവ്രിബഡി. വേദപുസ്തകത്തിൽ പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെ അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ എല്ലാ മനുഷ്യരും ഒരുപോലെ അനുസരിക്കേണ്ട കാര്യങ്ങൾക്കും അപ്പുറത്ത് ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ദൈവവും നമ്മളും തമ്മിലുള്ള ആ എഫെസ്യർ 1 അധ്യായം 17 വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് തൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നോക്ക്. അവിടെ വിളിയാലുള്ള ആശ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഗോഡ് ഹാസ് എ സ്പെഷ്യൽ ഡിസയർ ഇൻ കോളിംഗ് ഈച്ച് വൺ ഓഫ് യു. അതാണ് പറയുന്നത്. എല്ലാ മനുഷ്യരും അനുസരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്, അത് വേദോസ്തലുണ്ട്. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിന് അനുരൂപരാകണമെന്നുള്ളത് പഠിക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെളിപ്പാടുകളൊന്നും ആവശ്യമില്ല. ഉണ്ടോ? ഒരാവശ്യമില്ല. എന്നാൽ എന്നെക്കുറിച്ചുള്ള സ്പെഷ്യലായിട്ടുള്ള ദൈവോദ്ദേശം എന്താണെന്ന് അറിയണമെങ്കിൽ അത് വേദപുസ്തകത്തിലില്ല. ദൈവം എന്നോട് ഒരിക്കൽ പറഞ്ഞു, നീ ഈജിപ്തിന് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരാളെയും പരിചയമില്ല. ഞാൻ നേരെ ഈജിപ്തിൽ ചെന്നിറങ്ങുകയാണ്. എയർപോർട്ടിൽ ഒരു മനുഷ്യനെ പരിചയമില്ല. എയർപോർട്ടിൽ ചെന്നിറങ്ങി അവിടെയുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു ഹോട്ടലിൽ പോയി താമസിച്ചു. ആ സ്ഥലങ്ങളിൽ ട്രാക്റ്റ് കൊടുത്തു, പ്രാർത്ഥിച്ചു. ഐ വാസ് സ്പെൻഡിങ് ടൈം ഫോർ മെനി ഡേയ്സ്. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചു, എടാ ഈജിപ്തിൽ പോകണമെന്ന് വേഴ്സിൽ എഴുതിയിട്ടുണ്ടോ? വേഴ്സിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ ഈജിപ്തിൽ പോകണമെന്ന് വേഴ്സിൽ എഴുതിയിട്ടുണ്ടോ? നിങ്ങളെന്താ ഉണ്ടായിരിക്കുന്നത്? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? പക്ഷേ ഞാൻ എൻ്റെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണമെന്നുള്ള എവിടെ എഴുതിയിട്ടുണ്ട്? വേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെന്നുള്ള എവിടെ എഴുതിയിട്ടുണ്ട്? വേഴ്സിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ മക്കളെ കോപിപ്പിക്കരുത് എന്നുള്ള എവിടെ എഴുതിയിട്ടുണ്ട്? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്നുള്ള എവിടെ എഴുതിയിട്ടുണ്ട്? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ കാര്യം? ഇതൊക്കെ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യമാണ്. ഇതാണ് സ്പെഷ്യൽ ഡിസയർ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. എൻ്റെ മോള് പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ്, ക്രൈസ്റ്റ് കോളേജിലാണ്. എൻ്റെ മോളെ ക്രൈസ്റ്റ് കോളേജ് വിടണമെന്ന് വേഴ്സിൽ എഴുതുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയുന്നത്? അത് പിന്നെ നമ്മൾ സാഹചര്യമൊക്കെ അനുസരിച്ച് അല്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യവും ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചു വേണം ചെയ്യാൻ. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഗാഡ് കോൺഷ്യസ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ വേദപുസ്തകത്തിന് വിരുദ്ധമല്ല ഈ കാര്യങ്ങൾ. വേദപുസ്തകത്തിന് അപ്പുറത്ത് വ്യക്തിപരമായി ദൈവം എന്നെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ സ്ഥലവും കടന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാലേ പറ്റൂ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെഹാത്യരും മെരാരിയരും വസ്തുക്കളുടെ ആളുകളാണ്. അഹരോന്റെ മക്കൾ മഹാപുരോഹിതന്മാർ
വസ്തുക്കളുടെ ആളുകളല്ല, സാന്നിധ്യത്തിൻ്റെ ആളുകളാണ്. ഒരു കൂട്ടർ സാധനത്തിൻ്റെ ആളുകളും ഒരു കൂട്ടർ സാന്നിധ്യത്തിൻ്റെ ആളുകളും. പഴയ നിയമത്തിൽ അതേ പറ്റുമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശീലയെ രണ്ടായി ചീന്തി എല്ലാവർക്കും രാജകീയ പുരോഹിത പദവി കൊടുത്ത് ദൈവം പറഞ്ഞിരിക്കുന്നു, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ നമുക്ക് അധികാരം കർത്താവ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് സാധനത്തിൻ്റെ ആളുകളായി പ്രാകാരങ്ങളിൽ കിടക്കാൻ ചിലരെ ദൈവം മാറ്റിയിട്ടിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. കാര്യം, കാഴ്ചയുടെ ലോകത്ത് നിന്ന് വിശ്വാസത്തിൻ്റെ അദൃശ്യ ലോകത്തിലേക്ക് കയറാൻ നമുക്ക് അത്ര താല്പര്യമില്ല. നമ്മൾ കാഴ്ചയുടെ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. നമുക്ക് അല്പം രാഷ്ട്രീയവും ഇച്ചിരി ജഡാഭിലാഷങ്ങളും അല്പം അധികാരമോഹവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജീവിച്ചാലേ ഉറക്കം വരത്തുള്ളൂ. പക്ഷെ അതൊരു ആത്മീയ ജീവിതമല്ല. എന്താണ് സ്പിരിച്വാലിറ്റി? നമുക്കെല്ലാം അവൻ പുരോഹിത പദവി നൽകി ആക്കിയിരിക്കുന്നത് സാധനങ്ങളുടെ ലോകത്ത് നിന്ന് സാന്നിധ്യത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, കാഴ്ചയുടെ ലോകത്ത് നിന്ന് വചനത്തിൻ്റെ ലോകത്തിലേക്കും വചനത്തിൻ്റെ ലോകത്ത് നിന്ന് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന എന്ത് ലക്ഷ്യത്തോടുകൂടെ ദൈവം എന്നെ വിളിച്ചു എന്നുള്ള ബോധ്യം. കോമൺ കോളിംഗ് അല്ല, സ്പെഷ്യൽ കോളിംഗ്. ഗാഡ് ഹാസ് എ സ്പെഷ്യൽ കോൾ ഫോർ ഈച്ച് വൺ ഓഫ് യു. നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു സ്പെഷ്യൽ കോള് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. ഫാമിലിയെക്കുറിച്ചൊക്കെ ഞാൻ സാധാരണ സെമിനാർ എടുക്കുമ്പോൾ പറയാറുള്ള കാര്യമുണ്ട്. മോശയുടെ മാതാപിതാക്കൾ അവൻ്റെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും എഴുതിയിരിക്കുന്നത് സുന്ദരനെന്ന് കണ്ടു എന്നാണ്. അതിനകത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. കാര്യം, ഏതപ്പനും അമ്മയ്ക്കും മക്കളാരാണ്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞതുപോലെ എല്ലാ മക്കളും അങ്ങനെയാണ്. പക്ഷേ സ്തെഫാനോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ ദിവ്യസുന്ദരനെന്ന് കണ്ടു. എന്താണ് ദിവ്യസുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു ഹാരോ ഉണ്ടായിരുന്നു എന്നല്ല. നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അവൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു സ്പെഷ്യൽ വലയം ഉണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അവരവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അവരൊരു കാര്യം മനസ്സിലാക്കി. ഈ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേകമായ ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കി. അവൻ്റെ മേലുള്ള ദൈവിക നിയോഗം അവർ തിരിച്ചറിഞ്ഞു. അതാണ് ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം ഓരോ കുഞ്ഞിനെക്കുറിച്ചും ദൈവത്തിന് ഒരു ദിവ്യ സൗന്ദര്യമുണ്ട്, ഒരു ഡിവൈൻ കമ്മീഷനിങ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുഞ്ഞിനെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആകണം എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതിനകത്ത് തെറ്റോ ശരിയോ ഒക്കെ ഉണ്ടായിരിക്കും. മിക്കപ്പോഴും കാലിബർ ഇല്ലാത്തവനൊക്കെ എഞ്ചിനീയർ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്നും എഞ്ചിനീയർ ആകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്താ പറ്റുന്നത്? നമുക്ക് പലപ്പോഴും നമുക്കോ IIT-യിൽ പോകാൻ പറ്റിയില്ല. ITIക്കേ പോകാൻ പറ്റുള്ളൂ. IIT-ക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ പോയി ITI പോയി ഇവിടെ വന്നു. എൻ്റെ ചെറുക്കനെങ്കിലും അല്ലേ, എനിക്ക് എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല, എൻ്റെ മോനെങ്കിലും എഞ്ചിനീയർ ആകണം. എനിക്ക് ഡോക്ടർ ആകാൻ പറ്റിയില്ല, എൻ്റെ മോനെങ്കിലും ഡോക്ടർ ആകണം. ഇങ്ങനെ നമ്മുടെ നഷ്ടസ്വപ്നങ്ങൾ ഈ പിള്ളേരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ പിള്ളേരുടെ തലയിൽ വല്ലാത്ത ഭാരം കെട്ടിവെക്കുന്നത് അവരോട് ചെയ്യുന്ന ക്രൂരതയെന്നല്ലാതെ വേറെ ഒന്നും പറയുന്നതിനകത്ത് അർത്ഥമില്ല. അവൻ്റെ കാലിബർ ഉണ്ടെങ്കിൽ, കാലിബർ ഇല്ലാത്തവരത്തിന് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? 10, 15, 25 ലക്ഷം രൂപ കൊടുത്ത് ചെറുക്കനെ എവിടെയെങ്കിലും അഡ്മിഷൻ വാങ്ങിച്ച് അവിടെ ചെന്നു. അവൻ 4 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട എഞ്ചിനീയറിങ് അവൻ 12 കൊല്ലം കൊണ്ട് തീർക്കും. അപ്പുറത്തേക്ക് 40 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷമൊക്കെ കയ്യിൽ നിന്ന് പോയി. അവിടെ 4 കൊല്ലം കൊണ്ട് തീർക്കേണ്ട എഞ്ചിനീയറിങ് 12 കൊല്ലം കൊണ്ട് തീർക്കുന്നവൻ പാലം പണിത് അതവിടെ ഇരിക്കുമോ? അത് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ട്. ഓരോ കുഞ്ഞുങ്ങൾക്ക് കാലിബർ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മതിയെന്ന് വെക്കുന്നത്. ലോകത്തിൽ എഞ്ചിനീയർമാർ മാത്രമൊന്നുമല്ല ജീവിക്കുന്നത്, ലോകത്തിൽ ഡോക്ടർമാരെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അവർ ജീവിക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഒരു പ്രൊഫഷൻ എനിക്ക് അറിയത്തോലില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും മനുഷ്യൻ ഉറങ്ങാൻ പറ്റുമോ? ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര കഷ്ടം. അതുപോട്ടെ. എന്നാൽ എൻ്റെ കുഞ്ഞ് എഞ്ചിനീയർ ആകണോ, ഡോക്ടർ ആകണോ, നേഴ്സ് ആകണോ, ഉപദേശിയാകണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല. അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ പ്രകാശത്തിൽ ആ അതിപരിശുദ്ധ സ്ഥലത്ത് ഗോഡ് കോൺഷ്യസ് ആകുമ്പോൾ അവൻ്റെ മേലുള്ള ദൈവ നിയോഗം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവൻ്റെ ദിവ്യ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റും. അത് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. എൻ്റെ മകനെക്കുറിച്ചുള്ള, എൻ്റെ മകളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണെന്നുള്ളത് തിരിച്ചറിയണം. അതറിയണമെങ്കിൽ വേദോസം വായിച്ചാൽ മാത്രം പോരാ. അതിനപ്പുറത്ത് ഗോഡ് കോൺഷ്യസ് ആയിട്ട് ദൈവം വെളിച്ചമായി, അവൻ മേഘസ്തംഭവും, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി. അവൻ പകലെനിക്ക് എന്താണ്, മേഘസ്തംഭത്തിൽ എന്നെ വഴി നടത്തുകയും എന്നെ സംരക്ഷിക്കുകയും അഗ്നിസ്തംഭത്തിൽ അവൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വെളിച്ചത്തിൽ അത് കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ, ദൈവികതയെ മനസ്സിലാക്കി തരുന്ന ആ ഒരു സ്റ്റേജ്. അവിടെയാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, കാഴ്ചയുടെ ലോകത്ത് നിന്ന് വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് കയറുന്ന ഒരു സ്റ്റേജിലേക്ക്. അടുത്ത നമ്മൾ കാണുന്നത് എല്ലാവരും മേഘത്തിലൂടെ, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. നോക്ക്, നെക്സ്റ്റ് തിങ്,
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഇസ്രായേൽ മക്കൾ കൊടുത്ത ഒന്നാമത്തെ പ്രിവിലേജ് എന്താണ്? അഗ്നിസ്തംഭവും മേഘസ്തംഭവും അവരെ സംരക്ഷിക്കാനും അവരെ വഴി നടത്താനും അവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനും. പക്ഷെ ഇവരാരും അത് ഒരു ഗോഡ് കോൺഷ്യസ് ആയില്ല. അവരുടെ മുമ്പിൽ നടന്ന ദൈവത്തെ അവര് കണ്ടില്ല, തിരിച്ചറിഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, വായിക്കാം എങ്ങനെയാ നോക്കി, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലാണ് ശരിക്കും ഈ സംഭവം നമ്മൾ കാണുന്നത്. അവിടെ 13-ാം അധ്യായം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 17-ഉം 18-ഉം വാക്യം വായിക്കുമ്പോൾ, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യ ദേശത്തുകൂടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ ഒരു പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം അവരെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. നോക്കുക, അവിടെ മിസ്രൈമിൽ നിന്ന് ഇവർ താമസിക്കുന്ന റാംസസിൽ നിന്ന് ശരിക്കും കനാൻ നാട്ടിലേക്ക് പോകാനുള്ള വഴിയല്ല അവർ പോയത്. അതിന് ഇതിനേക്കാൾ എളുപ്പമുള്ള വഴി ഉണ്ട്. വേറെ വഴിയാണ് പോയത്. വേറെ വഴിയെ ദൈവം അവരെ ചുറ്റി നടത്തി. അവർ ചുറ്റിപ്പോയതല്ല, ദൈവം അവരെ ചുറ്റി നടത്തി. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പല സമയത്ത് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടല്ല, സാത്താൻ്റെ പദ്ധതിയായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഒരു മിഷണറി ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി അവന് ഉണ്ടായ സമയത്ത്, അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവൻ്റെ കുടുംബത്തിലെ നാട്ടിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടായ സമയത്ത്, പിന്നെ അവൻ്റെ നാട്ടുകാർ അവനോടുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മിഷൻ ഫീൽഡ് പോയപ്പോഴത്തേക്ക് അവനിങ്ങനെ കടഞ്ഞിട്ടെന്ന് ചോദിച്ചു, അച്ഛാ പറ, ഇത് പോരാട്ടമാണോ, ഇത് ദൈവം തരുന്നതാണോ? അപ്പോൾ ഈ പ്രവാചകന്മാരെല്ലാം പറഞ്ഞു ഭയങ്കര പോരാട്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാരും നമ്മൾക്കെതിരെ, വീട്ടുകാരും എതിരെ, വീട്ടിലും പ്രശ്നങ്ങൾ, നാട്ടിലും പ്രശ്നങ്ങൾ, അവൻ്റെ കൊച്ചിൻ്റെ തല ടിവിയും വന്ന് പറഞ്ഞു വീണു, അതും ഇതും എല്ലാം കൂടി. ഇത് പോരാട്ടമാണോ ദൈവം തരുന്നതാണോ? എന്നാൽ ഞാൻ പറഞ്ഞ് ദൈവം തരുന്നതാ. അപ്പോൾ പിന്നെ പോരാട്ടം ഇല്ലയോ? ഞാൻ പറഞ്ഞു പോരാട്ടം ഉണ്ടായിരിക്കും, ഇതൊന്നും അല്ല പോരാട്ടം, ഇതൊക്കെ ദൈവം ചെയ്യുന്നത്. കാര്യം ഈ സൂചനവേല ചെയ്യുന്നതിനിടയ്ക്ക് സാത്താൻ വന്ന് നിന്നെ ഉപദ്രവിക്കാൻ ദൈവം സമ്മതിക്കുമോ? പിന്നെ അതുകൊണ്ട് ഇതിനകത്ത് ദൈവം സമ്മതിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിശാചിന് നിന്നെ തൊടാനേ കഴിയത്തില്ല. അല്ല, എന്നാൽ ഇതെങ്ങനെ ദൈവം ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, അവൻ മനുഷ്യരെ എൻ്റെ തലയിലൂടെ കയറി ഓടിക്കുമാറാക്കി. മനുഷ്യരെ എൻ്റെ തലയിലൂടെ കയറി, സാത്താനല്ല, ആര്? അവൻ ആരാ? ദൈവം. അങ്ങനെ വാക്യമുണ്ടോ വെച്ചാൽ? നമ്മുടെ മിക്ക വാക്യവും നമുക്ക് ഇഷ്ടമുള്ള വാക്യമേ നമ്മൾ കാണത്തുള്ളല്ലോ, ഇല്ലേ?